പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കൊഴുക്കട്ടയാണ് കേട്ടോ. നമ്മൾ സാധാരണ മധുരം വെച്ച് തയ്യാറാക്കുന്ന കൊഴുക്കട്ടയല്ല, അരിപ്പൊടിയുടെ തരി കൊണ്ടാണ് ഈ കൊഴുക്കട്ട തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണിത് തയ്യാറാക്കാൻ നോക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് പച്ചരി എടുത്ത് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 4-5 തവണ നന്നായി കഴുകിയെടുക്കാം. അരി കഴുകിയതിന് ശേഷം അതിൽ വെള്ളം വാർന്നു പോകാനായിട്ട് നമുക്കൊരു അരിപ്പയിലിട്ട് വെക്കാം. അരിയിൽ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഇതുപോലൊരു പാത്രത്തിലിട്ട് നിരത്തിയിട്ട് നമുക്ക് നല്ല വെയിലത്ത് വെച്ച് ഈ അരി ഒന്ന് ഉണക്കിയെടുക്കാം. അരി നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊരു 5 സെക്കൻഡ് പൊടിച്ചെടുക്കാം. അധിക നേരമൊന്നും വേണ്ട, ഒരു 5 സെക്കൻഡ് മാത്രം പൊടിച്ചെടുക്കാം. അരി വല്ലാതെ പൊടിക്കരുത്, കുറച്ച് നല്ല തരിയോടുകൂടി പൊടിച്ചെടുക്കണം. റവേനേക്കാളും കുറച്ചും കൂടെ തരി കൂടുതൽ വേണം. ആ ഒരു രീതിയിൽ നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി അരിപ്പൊടി കുഴയ്ക്കുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 2 കപ്പ് വെള്ളം ഒഴിക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ജീരകവും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം ചേർക്കണം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ആവശ്യമെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പൊടി 1 കപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി എടുക്കുന്നത് ആ കപ്പിൽ തന്നെ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. അരിപ്പൊടി കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കുക. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ വറ്റിപ്പോവും. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ, അതുവരെ നമുക്ക് മാറ്റിവെക്കാം. ആ മാവ് വല്ലാതെ തണുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ചൂടോടുകൂടി തന്നെ, വല്ലാതെ തണുത്ത് പോണ്ട, ചെറിയൊരു ചൂടോടുകൂടി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകൾ പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ഈ ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി ആ മാവ് ഓരോന്നായിട്ട് ഉരുട്ടി ഇതുപോലെ ഒരു ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം 20-25 മിനിറ്റോളം നന്നായി വേവിച്ചെടുക്കുക. ഇപ്പോൾ ഈ കൊഴുക്കട്ടെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു സവാളയുടെ പകുതി നേർമയായി അരിഞ്ഞതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വരെ വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉടഞ്ഞു പോകരുത്, ശ്രദ്ധിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് അധികം അരി കഴുകി വെയിലത്ത് ഉണക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് തരിതരിപ്പായി പൊടിച്ചെടുത്ത് ഇതുപോലെ കൊഴുക്കട്ടയോ അല്ലെങ്കിൽ ഉപ്പുമാവോ ഉണ്ടാക്കാൻ സാധിക്കും. ഈ അരിപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുറച്ച് അധികം അരി ഉണക്കി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. നല്ല കുറുകിയ തേങ്ങാ ചമ്മന്തിയുടെ കൂടെ ഈ കൊഴുക്കട്ട കഴിക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ.